ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നോർത്ത് ഗോവയിലേക്കാണ്. നോർത്ത് ഗോവയിൽ പിലാർനി പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോവുകയാണ്, നിങ്ങൾക്കപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും കാണിച്ചു തരാൻ വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് ഗോവ. ഗോവയിലാകെ 2 ഡിസ്ട്രിക്റ്റാണ് ഉള്ളത്, നോർത്ത് ഗോവ ആൻഡ് സൗത്ത് ഗോവ. അതിൽ 3 മേജർ സിറ്റീസാണ് വരുന്നത്: പഞ്ചിം, വാസ്കോ ഡ ഗാമ, മഡ്ഗാവ്. ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിമാണ് കേട്ടോ ഭയങ്കര ഹാപ്പനിങ് സിറ്റി, ടൂറിസ്റ്റ് അട്രാക്റ്റഡ് പ്ലേസ്, അതുപോലെ കാസിനോസ്, ക്ലബിംഗ് ഒക്കെ നടക്കുന്നത് അവിടെയാണ്. അതുപോലെ വാട്ടർ സ്പോർട്സ്, ബീച്ചസ്, വലിയ വലിയ മേജർ ബീച്ചസ് ഒക്കെ വരുന്നത് ആ ഒരു ഏരിയയിലാണ്. വാസ്കോ ഡ ഗാമയെ പോർട്ട് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. മേജർ ഷിപ്പ് യാർഡ്സ്, അതുപോലെ പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇന്റർനാഷണൽ ക്രൂസ് ഒക്കെ വന്ന് ബർത്ത് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ വരുന്നത് മഡ്ഗാവ്. ഗോവയുടെ മേജർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ സ്ഥലത്താണ്. എൻ്റെ ക്ലാസ് ആയിട്ട് ബോറടിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്കൊക്കെ? ഓട്ടെ വിട്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പാഞ്ചിമിലേക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ പാഞ്ചിമിൽ പോകുമ്പോൾ 2 ബ്രിഡ്ജസ് ആണ് കാണാൻ പറ്റുക. ഇത് ഫസ്റ്റ് ബ്രിഡ്ജാണ്. ഇത് സുവാരി ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയുന്നത്. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്, അവിടെയാണ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുക. രാത്രി പോകുമ്പോൾ അടിപൊളിയാണ്. കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജസ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. കാരണം കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറ്റ് വീശുമല്ലോ, അപ്പം അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ബ്രിഡ്ജസ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഗോവ എന്ന് കാണിക്കുമ്പം ആ ബ്രിഡ്ജ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്രിഡ്ജാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ബ്രിഡ്ജാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഹോളി ക്രോസ് ഷ്രൈൻ ചർച്ചാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ചർച്ചസ് കാണും കേട്ടോ. ഇത് കാണുന്നത് ബാംബോലിം അത്ലറ്റിക് സ്റ്റേഡിയമാണ്. ഇവിടെ ഒരുപാട് ISL മാച്ചസ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. പിന്നെ അതുപോലെ ഇതാണ് ഗോവയിൽ ആകെയുള്ള ഒരു മെഡിക്കൽ കോളേജ്, ഗോവ മെഡിക്കൽ കോളേജ്. വേറെ ചെറിയ ചെറിയ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ ഒരു ഹായ് കാണിച്ചതാണ്. ഞങ്ങൾ എത്താറായി. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉള്ളൂ പഞ്ചിമിലേക്ക് എത്താൻ. അവിടെ നിന്നും പോകണം കേട്ടോ നമുക്ക് പറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മളിപ്പോൾ പഞ്ചിമിലെ കദംബ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താറായിട്ടോ. നമ്മുടെ നാട്ടിൽ KSRTC ബസ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സസിന് നമ്മൾ കദംബ എന്നാണ് പറയുക. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സസ് അവൈലബിൾ, ലോക്കൽ സിറ്റി ബസ്സും പിന്നെ അതുപോലെ ലോങ് റൂട്ട് ബസ്സുകളില്ലേ, മുംബൈ, ബാംഗ്ലൂർ, പൂനെ, അങ്ങനത്തെ വലിയ മേജർ സിറ്റീസിലേക്കൊക്കെ ബസ്സുകൾ ഇവിടെ നിന്ന് കിട്ടും. കഴിഞ്ഞ കാലത്ത് G20 ഗോവയിലായിരുന്നു കേട്ടോ നടന്നത്. അപ്പം അതിൻ്റെ ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ പഞ്ചിം സിറ്റിയിലെത്തി. മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാസിനോസ് കാണാം. മജസ്റ്റിക് പ്രൈഡ്, അത് കിങ്സ് കാസിനോ, അങ്ങനെ ഒരുപാട് കാസിനോസ് ഉണ്ട്. പിന്നെ എനിക്കറിയില്ല എല്ലാവർക്കും അറിയുമെന്ന്, ഗോവയിൽ ഗാംബ്ലിംഗ് ലീഗലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുവരെയായിട്ടും പോയിട്ടില്ല. എന്നെങ്കിലും കാസിനോസിൽ കയറുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു വീഡിയോ എടുത്ത് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫെറിയിലാണ് കേട്ടോ അങ്ങോട്ടേക്ക് കിടക്കുന്നത്. ഈ ക്രോസ് ചെയ്യുന്ന റിവറിൻ്റെ പേരാണ് മണ്ടോവി റിവർ. ഇവിടെ തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് കാസിനോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റും. അപ്പം എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. റോഡ് വഴിയും പോവാം കേട്ടോ, കുറച്ചും കൂടെ അത് വളഞ്ഞു പോകണം. ഇതാകുമ്പോൾ ഡയറക്റ്റ് ഇതിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അടുത്താണ് നമ്മൾ ഈ പറയുന്ന സ്ഥലം. ഈ ഫ്ലോട്ടിംഗ് കാസിനോന്റെ താഴെ നിങ്ങൾക്ക് കുഞ്ഞു ബോട്ടുകൾ കാണാൻ പറ്റില്ലേ. അപ്പോൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഗസ്റ്റുകൾ ഈ ചെറിയ ബോട്ടുകളിലാണ് ഈ ഫ്ലോട്ടിംഗ് കാസിനോയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് ഏകദേശം 3000 തൊട്ടിട്ട് 4000 വരെയാണ് ടിക്കറ്റ് ചാർജസ്. അതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഗെയിംസ് ഒക്കെ കളിക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ചാർജസ് ആണ്. അപ്പം ഞങ്ങളുടെ ഫെറി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫെറിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലറിനും അതുപോലെ ആൾക്കാർക്കും ട്രാവൽ ചെയ്യാനായിട്ട് ഫ്രീ ആണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. പക്ഷെ 4 വീലറിന് അവർ ചാർജസ് എടുക്കുന്നത് അത് 10 രൂപ. ഫെയർ ഇനഫ് അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ഫെറി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. അപ്പോൾ എന്നോട് ഏട്ടൻ പറയാം അവിടേക്ക് സൂം ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മജസ്റ്റിക് പ്രൈഡ് കാസിനോ. കണ്ടോ, ചെറിയ ചെറിയ ബോട്ടുകൾ നിങ്ങൾക്ക് ചുറ്റും കാണാം. ഇതതുപോലെ ഡെൽറ്റിൻ റോയൽ എന്ന് പറഞ്ഞൊരു കാസിനോ ആണ്.
ഞങ്ങൾ നല്ല വെയിലുള്ള സമയത്തായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അതാണ് ആൾക്കാർ ഷെയ്ഡിലേക്കൊക്കെ നിൽക്കുന്നത്. ഇത് ഞാൻ വ്യൂ കണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ബ്രിഡ്ജ് ഇതാണ്, അട്ടൽ സേതു ബ്രിഡ്ജ്. നമ്മൾ ഏകദേശം എത്താറായിട്ടോ. നമ്മൾ എത്തി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തി. ഇപ്പോൾ ഏട്ടൻ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും കുറച്ച് ദൂരം പോകാനുണ്ട്. അത് കുറച്ച് ഉള്ളോട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാപ്പ് ഇട്ടിട്ട് തന്നെ വേണ്ടി വരും പോകാനായിട്ട്. ഇതാ ഞങ്ങൾ വന്ന ഫെറി ആട്ടോ അത്. അപ്പോൾ തിരിച്ച് അവർ കയറ്റിക്കൊണ്ട് പോകും ആൾക്കാരെ. അതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. ഇത് ഇവിടുത്തെ പഞ്ചായത്തുകാരാണ്. അപ്പോൾ മാപ്പ് ഇട്ടു. ഇവിടുന്ന് 10 മിനിറ്റ്. ഈ കാണുന്നതാണ് പ്രൈവറ്റ് സിറ്റി ബസ്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഏകദേശം ഏരിയ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാട് പോലെ ചെറിയ ചെറിയ കടകൾ, പെട്ടിക്കടകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഗോവ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ, നമ്മുടെ നാട് പോലെ തന്നെയാണ്. ചെറിയ കടകൾ, നമ്മുടെ വീടുകളൊക്കെ കണ്ടോ, പോർച്ചുഗീസ് സ്റ്റൈലുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാടായിട്ട് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ ചെറിയ ചെറിയ ചർച്ചുകൾ ഒക്കെ ഉണ്ട്. കേരളമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് ഉള്ള ഒരു സ്ഥലം പോലെയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വീടുകളൊക്കെ ശ്രദ്ധിച്ചാലും റോഡ് എടുത്ത് പറയേണ്ടതാണ്. അത് കേരളമായിട്ട് ഒരു റിസംബ്ലൻസും ഇല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവിടുത്തെ റോഡുകളൊക്കെ അടിപൊളിയാണ്. കുഴികളൊക്കെ വളരെ കുറവാണ്. ഇതിപ്പോൾ ഞങ്ങളെ തന്നെ എടുത്താൽ, ഞാൻ യൂണിഫോമിലായിരുന്നു കേട്ടോ. എനിക്ക് ജോലിയുള്ള ദിവസമായിരുന്നു. അപ്പം എൻ്റെ ലഞ്ച് ബ്രേക്കിനാണ് ഞങ്ങൾ പോയത്. കണ്ട നല്ല പാടമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ തോന്നും. അപ്പം ഞങ്ങൾ വന്ന സ്ഥലം ഇവിടേക്കായിരുന്നു. ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ അവിടെ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവിടെ അവരോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. കണ്ട ഈ പാടം കണ്ട, നല്ല വെയിലുണ്ട്. അതാണ് ഇങ്ങനെ വറ്റി വരണ്ടിരിക്കുന്നത്. തിരിച്ചു നമ്മൾ റിട്ടേൺ ഫെറിയിലാണ് പോകുന്നത്. റോഡിൽ കൂടെ പോകാനാണെങ്കിൽ കുറച്ച് വളഞ്ഞ വഴി ആയതുകൊണ്ടേ അപ്പോൾ അവർ വന്ന് ഇറക്കിയിട്ട് ഇനി നമ്മൾ കയറുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് കയറി. അങ്ങനെ ഏട്ടൻ വണ്ടി തിരിച്ച് കയറ്റുകയാണ്. നേരത്തെ ഞങ്ങൾ ഫ്രണ്ടായിട്ടാണല്ലോ കയറ്റിയത്. ഫ്രണ്ട് അപ്പോൾ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് തിരിച്ച് കയറ്റുമ്പോൾ കുറച്ചുകൂടി ഇറക്കാനായിട്ട് എളുപ്പമാണ്. സെയിം കുറേ ബോട്ടുകളുണ്ട്. അങ്ങനെ എത്താറേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട്, ഉച്ചയായി, നല്ല തിരക്കുണ്ട്, നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ചേട്ടന്മാർ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഈ ചേട്ടൻ്റെ പോസ് കണ്ടപ്പോൾ അടിപൊളിയെന്ന് എനിക്ക് എൻ്റെ അനിയനോ എൻ്റെ അനിയനെ ഞാൻ കുറേ പോസിൽ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. എൻ്റെ മിക്ക ഫോട്ടോസും എൻ്റെ അനിയനാണ് കേട്ടോ എടുത്തു തരാറുണ്ടായിരുന്നത് കല്യാണത്തിന് മുന്നേ. ഇപ്പം ഏട്ടനെ എടുത്തു തരാറ്. അങ്ങനെ നമ്മൾ എത്താറായി. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാനും പോകണം. അപ്പോൾ എവിടെ കഴിക്കാൻ പോകുമെന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറും വേണമല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പോൾ അവസാനം ഞങ്ങളിവിടെ എത്തി, ഇപ്പുറത്തെ സൈഡിലെത്തി. വണ്ടി എടുത്ത് വരികയാണ്. ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, ഭയങ്കര കളർഫുള്ളാണ്. ഗോവ മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ്. അതുപോലെ കുറച്ചും കൂടെ പോർച്ചുഗീസ് സ്റ്റൈലിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ. റോഡ്സും സിറ്റീസൊക്കെ വളരെ ക്ലീനാണ്. ഒന്നാമത് ഗോവ പറയുമ്പോൾ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്റ്റഡ് പ്ലേസ് ആയതുകൊണ്ട് നല്ല നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചയായി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒരു ഇൻഫർമേഷൻ ഞാൻ പറയുകയാണ്. പാഞ്ചിം സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഇടയിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഹോട്ടൽസ് ഒന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് AC ബസ് കദംബ ഗവൺമെൻറ്റിൽ. ഇപ്പോൾ ഈ ചൂടത്തൊക്കെ എല്ലാവരും ഇത് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞങ്ങളവിടെ എത്തി. നിയാസ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ബിരിയാണീസാണ്. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ നമ്മുടെ കംഫർട്ട് ഫുഡും ബിരിയാണിയാണല്ലോ കുറേ പേർക്ക്, എനിക്കെന്തായാലും ആണ്. അങ്ങനെ 2 ബിരിയാണി ഓർഡർ ചെയ്തു, പിന്നെ 2 മൊഹിത്തോ ഓർഡർ ചെയ്തു. ഇപ്പോൾ സമയം എന്താ 3 മണിയാവാറായി. നല്ല വിശപ്പുണ്ട്. എനിക്ക് 4 മണിയാകുമ്പോഴേക്കും റിപ്പോർട്ട് ബാക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി വന്നു, സെർവ് ചെയ്ത്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. മേ ബി വിശന്നിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലെന്നൊക്കെ പറയാറില്ലേ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2 പേരും ഫുൾ ബിരിയാണി കഴിച്ചു.
വീഡിയോ എടുക്കുന്നുണ്ട് എത്ര ഡീസൻ്റായിട്ട് കഴിക്കണേ. അല്ലെങ്കിൽ എനിക്ക് വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വരും, വലിച്ചു വാരി കഴിക്കുന്ന ഒരാളാണ്. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. പിന്നെ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടൽ സേതു ബ്രിഡ്ജില്ലേ നമ്മൾ രണ്ടാമത് കണ്ടത്, അവിടെ 2 വീലേഴ്സിന് കയറാൻ പാടില്ല. നമ്മൾ കുറേ പേര് ഇവിടെ ഗോവയിൽ വരുമ്പം റെൻ്റ് കാറ് അല്ലെങ്കിൽ റെൻറ്റിന് സ്കൂട്ടിയൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ സ്കൂട്ടി എടുക്കുന്ന ആൾക്കാരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് മുകളിൽ കൂടെ ആ ബ്രിഡ്ജിൽ കൂടെ കയറാൻ പാടില്ല, താഴത്തു കൂടെ തന്നെ പോകണം, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പം അങ്ങനെ വാസ്കോയിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.